ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ബിസ്ക്കറ്റ് നമുക്ക് കേക്കാക്കി മാറ്റിയാലോ. അപ്പോൾ ഓറിയോ വേണം, ഡയറി മിൽക്ക് വേണം, പാൽ വേണം. ഈ 3 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓറിയോ ആദ്യം ഒരു പാത്രത്തിൽ ഇടുക, എന്നിട്ട് അതിൽ നിന്നൊന്ന് മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോവുക. ദെൻ ബാക്കിയുള്ളതിനെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൗഡറായിട്ട് അരച്ചെടുക്കാം. എങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ശരിയാവില്ല, ശരിയാവാത്തതിന് ശരിയാക്കാൻ വേണ്ടി കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് നല്ല സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഏകദേശം കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് ഇതേപോലെയാണ് കിട്ടേണ്ടത്. എന്നിട്ട് നേരെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിനുശേഷം കുറച്ച് നമ്മളെ മിക്സ്, പിന്നെ നമ്മുടെ ഡയറി മിൽക്ക്, അത് എത്രയാണോ ഉള്ളത് അതനുസരിച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് ഇതിൻ്റെ മുകളിലും കൂടി ഇട്ട് നമുക്കൊരു ഇഡ്ഡലി പരുവത്തിയാക്കി എടുക്കാം. എന്നിട്ട് നേരെ എടുത്ത് വേവിക്കാൻ വെക്കണം. 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. എടുത്തപ്പോൾ പിന്നെ ഓക്കെ സെറ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇളകി വരാനും ഈസി ആയിരുന്നു. പക്ഷേ അകത്ത് വെച്ച് ഡയറി മിൽക്ക് അലിഞ്ഞില്ല. അവൾ പറഞ്ഞതാണ്, എൻ്റെ അനിയത്തി പറഞ്ഞ് അലിച്ച് വെക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അവസാനം എൻ്റെ പേരിൽ കുറച്ചൊരു ഇതായി, പക്ഷേ കുഴപ്പമില്ല, സാധനം കൊള്ളാൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ കഴിച്ചു. അപ്പോൾ അത്രയൊക്കെ ബൈ. ശരി അതലിഞ്ഞല്ല.